Hello friends, welcome to my channel. ചാമ്പക്ക വെച്ചിട്ട് നല്ലൊരു ജാമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വീഡിയോയിലോട്ട് കടക്കാം. ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 35 ചാമ്പക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മുറിച്ച് ഇതിനകത്തുള്ള കരിഞ്ഞ പൂവും സീഡും എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനി ഇതിനെ അരിഞ്ഞ് കഴുകിയെടുക്കാം. ഇപ്പോൾ ചാമ്പക്ക അരിഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തു. ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തു. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചാമ്പക്കയിൽ തന്നെ വെള്ളമുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് ചാമ്പക്ക ഒഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ എളുപ്പം കരിഞ്ഞു പോകും. ഇപ്പോൾ തിളച്ചു തുടങ്ങി. ഇപ്പോൾ വെള്ളം വറ്റി തുടങ്ങി. ഇനി കുറച്ചുകൂടി കട്ടിയായതിന് ശേഷം ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ വെള്ളം വറ്റി കട്ടിയായി തുടങ്ങി. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അത് കണക്കാക്കി ചേർക്കാം. ഞാനിതിൽ 4 സ്പൂൺ പഞ്ചസാര ചേർത്തു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ജാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ചാമ്പക്ക ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾ കാണുന്നു. എന്നിട്ട് അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതിൽ ചെറുനാരങ്ങ നിർബന്ധമായും ചേർക്കണം. ചെറുനാരങ്ങ നീര് ചേർത്തില്ലെങ്കിൽ പഞ്ചസാര വീണ്ടും കട്ടിയായി പോകും. ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് കൊടുക്കാം. ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് വെളിയിൽ വെച്ചിരുന്നാൽ ഇത് എളുപ്പം പൂപ്പൽ പിടിക്കും. ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കണം. ഇത്രയും കട്ടിയാകുമ്പോൾ ഇതിലോട്ട് നാരങ്ങ നീര് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതി. കുറച്ചുകൂടി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഉറപ്പായിട്ടും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് അടിപൊളി ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ 10 മിനിറ്റ് മതി. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ ജാം റെഡിയായി. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയാണ് ഇരിക്കുന്നത്. താങ്ക് യു.